Hello students, next നമുക്ക് monotone convergence theorem ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എവറി ബൗണ്ടഡ് മൊണോട്ടോണിക് സീക്വൻസ് ഈസ് കൺവേർജൻ്റ് എന്നാണ് പറയുന്നത്. എവറി ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ബൗണ്ടഡ് എബവ് അല്ലെങ്കിൽ ബൗണ്ടഡ് ബിലോ, രണ്ടും കൂടി ഉള്ളതിനെയാണ് നമ്മൾ ബൗണ്ടഡ് എന്ന് പറയുക. അപ്പോൾ ബൗണ്ടഡ് ഒരു അപ്പർ ബൗണ്ടും കണ്ടുപിടിക്കാൻ പറ്റണം, ഒരു ലോവർ ബൗണ്ടും കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. ഏതെങ്കിലും ഒന്നായാലും ഈ പറയുന്ന തിയറം ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്നായാലും മതി. അപ്പോൾ എവരി ബൗണ്ടഡ് മൊണോട്ടോണിക് എന്ന് പറയുമ്പോൾ മൊണോട്ടോണിക് ഇൻക്രീസിങ്ങും ആവാം, മൊണോട്ടോണിക് ഡിക്രീസിങ്ങും ആവാം, ഏത് വേണമെങ്കിലും ആവാം. സീക്വൻസ് ഈസ് കൺവേർജൻ്റ്. അപ്പോൾ ബൗണ്ടഡ് മൊണോട്ടോണിക് സീക്വൻസുകൾ കൺവേർജൻ്റ് ആണെന്നാണ് തിയറം പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. അപ്പോൾ കൺവേർജൻ്റ് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഒരു ആ പർട്ടിക്കുലർ വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യും അല്ലേ. അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഒരു പർട്ടിക്കുലർ വാല്യൂ വിട്ട് അത് പോവില്ല, ആ വാല്യൂയിലേക്ക് അത് അപ്രോച്ച് ചെയ്യും, അതിലെ ടേംസ് ആ പർട്ടിക്കുലർ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യും എന്നാണ് കൺവേർജൻ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ അല്ലേ. അപ്പോൾ എല്ലാ ബൗണ്ടഡ് മൊണോട്ടോണിക് സീക്വൻസുകളും കൺവേർജൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ സീക്വൻസുകൾക്കൊക്കെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് മീനിങ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. മൊണോട്ടോൺ കൺവേർജൻസ് തിയറത്തിൻ്റെ ഒരു പ്രോബ്ലം. ഷോ ദാറ്റ് സീക്വൻസ് 2n/n ഫാക്ടോറിയൽ ഈസ് കൺവേർജൻറ്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ലിമിറ്റ്. ഇത് കൺവേർജൻ്റ് ആണെന്ന് കാണിക്കുകയും വേണം, അതുപോലെ ഇതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആണെന്ന് കാണിക്കാനായിട്ട് എബവ് തിയറം യൂസ് ചെയ്തത് ബൗണ്ടഡ് ആണെന്നും മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ ഓർ ഡിക്രീസിങ് ആണ് എന്നും കാണിച്ചാൽ മതിയാവും, ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഇതിൻ്റെ ടേംസ് എഴുതി നോക്കാം. an = 2n/n ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഇതിലെ കുറച്ച് ടേംസ് എഴുതി നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ 2 ആണ് വരിക, രണ്ടാമത്തെ 2 വരും, മൂന്നാമത്തെ 1.3333 എന്ന് പോവാണ്, നാലാമത്തെ 0.6666 ആണ്, അഞ്ചാമത്തെ 0.2666 എന്ന് പോവാണ്. അങ്ങനെ കുറച്ച് ടേംസ് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഏകദേശം കുറച്ചെണ്ണം, അത്ര അധികം ഒന്നും എഴുതണമെന്നില്ല കേട്ടോ, ഒരു 4-5 എണ്ണം എഴുതി നോക്കി. The term suggests that the sequence is decreasing from n = 2 onwards. 1ഉം 2ഉം A1ഉം A2ഉം സെയിം ആണ്, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഡിക്രീസിങ് ആയി പോവാണെന്ന് കാൽക്കുലേറ്ററിൽ വാല്യൂ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. കുറച്ചെണ്ണത്തിൻ്റെ പക്ഷേ നമുക്ക് നോക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരെയും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻ ഇതാണ്. ഒരു സീക്വൻസ് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാൽക്കുലേഷൻ ഇതാണ്. an+1/an കാൽക്കുലേറ്റ് ചെയ്യുക. an+1/an കാൽക്കുലേറ്റ് ചെയ്യുക. ചിലത് നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, ചിലത് നമുക്ക് ഇങ്ങനെ ചെയ്താലാണ് കിട്ടുക. ഓക്കെ, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ an+1/an കാൽക്കുലേറ്റ് ചെയ്യുക. an+1 എന്ന് പറഞ്ഞാൽ 2n+1/n+1 ഫാക്ടോറിയൽ. an പറഞ്ഞാൽ 2n/n ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞ് വരുമ്പോൾ നമുക്ക് 2n+1/n ഫാക്ടോറിയൽ, ഇവിടെ 2n/n+1 ഫാക്ടോറിയൽ. ഒന്നും വെട്ടിക്കളഞ്ഞിട്ടില്ല അല്ലേ ഈ സ്റ്റെപ്പിലേക്കാണ് വെട്ടിക്കളഞ്ഞിട്ടുള്ളത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2n+1 ഉണ്ട്, ഇവിടെ 2n ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 2, പിന്നെ n ഫാക്ടോറിയൽ, ഇവിടെ n+1 ഫാക്ടോറിയൽ ഉണ്ട്. n+1 ഫാക്ടോറിയൽ n+1 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട്, അതിനെ നമ്മൾ n+1 × n ഫാക്ടോറിയൽ എന്ന് എഴുതാലോ. n ഫാക്ടോറിയൽ വരെയുള്ളത് മൾട്ടിപ്ലൈ ഫാക്ടോറിയൽ ആക്കി എഴുതി, പിന്നെ ഒരു ടേമും കൂടിയാണ് ആ പ്രൊഡക്റ്റിൽ ഉണ്ടാവുക, n+1, അത് സെപ്പറേറ്റ് എഴുതി. എന്നിട്ട് ഈ n ഫാക്ടോറിയലും ഈ n ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, മനസ്സിലായല്ലോ. n+1 ഫാക്ടോറിയൽ നമുക്ക് n+1 × n ഫാക്ടോറിയൽ എന്ന് എഴുതാം. n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 മുതൽ n വരെയുള്ള ആൾക്കാരുടെ പ്രൊഡക്റ്റും പിന്നെ ഇവിടെ n+1ഉം ചേർന്ന് വരും. അത് വെട്ടിക്കളയാൻ വേണ്ടി എളുപ്പത്തിന് എഴുതിയതാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 2/n+1 ആണ് അവിടെ ഉണ്ടാവുക. നമുക്കറിയാം n ≥ 1 ആണ്. അപ്പോൾ n 1 ആവണ സമയത്ത് ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും, n വലുതാവും തോറും ഇതിൻ്റെ വാല്യൂ < 1 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് എങ്കിലും an+1/an ഈസ് < 1 ആണ് വരാനായിട്ട് പോണത്. കാരണം ഡിനോമിനേറ്റർ വലുതാവും തോറും വാല്യൂ < 1ലേക്കല്ലേ പോവുക, ചെറുതായിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ < 1 ആണ്. n = 1 ആവുമ്പോൾ അത് 1 വരും. എന്നിൻ്റെ വാല്യൂ 2ഓ 3ഓ ഒക്കെ വരും തോറും വലുതാകും തോറും ഈ വാല്യൂ 1നേക്കാൾ ചെറിയൊരു നമ്പർ, അതായത് ഇവിടെ ഡിനോമിനേറ്ററിൽ 2നേക്കാൾ വലിയ വാല്യൂ വരും തോറും ഈ മൊത്തത്തിലുള്ള നമ്പർ < 1ലേക്ക് പോകും അല്ലേ. അപ്പോൾ an+1/an ഈസ് < 1 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ an+1 ഈസ് < an കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, an+1 ചെറുതും an
വലുതുമാണ് ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ അതിലെ ടേംസ് എല്ലാം an+1 ചെറുതും an വലുതുമാണ് എന്ന് വെച്ചാൽ രണ്ടടുത്തടുത്ത ടേമിൽ രണ്ടാമത്തെ ടേം ചെറുതും ആദ്യത്തെ ടേം വലുതുമാണ് എന്ന് വെച്ചാൽ ഡിക്രീസ് ചെയ്ത് പോവല്ലേ, അതിൻ്റെ മീനിങ് ഡിക്രീസിങ് എന്നല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഈ റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കിത് ഡിക്രീസിങ് സീക്വൻസ് ആണ്, അപ്പോൾ മോണോട്ടോണിക് സീക്വൻസ് ആണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ മോണോട്ടോണിക് ആണോ എന്ന് എപ്പോഴും നമ്മൾ ഈ രീതിയിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. an+1/an <=1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ജസ്റ്റ് an+1/an ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആ വാല്യൂ നോക്കിയിട്ട് അത് <=1 ആണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ എന്ന് കൺക്ലൂഡ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയാനായിട്ട് പറ്റും കേട്ടോ. അതാണ് അത് ചെയ്യാനുള്ള ഒരു കാൽക്കുലേഷൻ. അപ്പോൾ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണെന്ന് കിട്ടി. ഇനി ഈ എൻ്റെ വാല്യൂസ് നോക്കിയാൽ അറിയാം 2n/n ആണ്. 2n/n ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ ഈ വാല്യൂ എന്തായാലും ഇത് ഡിനോമിനേറ്ററിൽ വലിയ വാല്യൂ ആണ്, ന്യൂമറേറ്ററിനേക്കാളും വലിയ വാല്യൂ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. 2⁵ and 3 factorial, പിന്നെ 2⁴/4 പിന്നെ അങ്ങോട്ട് എന്നുകൾ വലുതാകും തോറും ഡിനോമിനേറ്ററിൽ വലിയ വാല്യൂ ന്യൂമറേറ്ററിൽ ചെറിയ വാല്യൂ ആണ് വരുന്നത്. ഡിനോമിനേറ്ററിൽ വലിയ വാല്യൂ വരും തോറും ആ സീക്വൻസ് ഡിക്രീസ് ചെയ്ത് അതല്ലെങ്കിൽ തന്നെയും ഈ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. ആദ്യം 2 ആയിരുന്നു, പിന്നെ 1.3 ആയി, പിന്നെ 0.6 ആയി, പിന്നെ 0.2 ആയി, പിന്നെ 0.08 ആയി, പിന്നെ 0.000 ആയി. അങ്ങനെ പോയി ഇതെന്തായാലും ഇങ്ങനെ ചെറുതായി പക്ഷേ 0 എന്നുള്ള വാല്യൂ വിട്ട് അതിന് അപ്പുറത്തേക്ക് താഴില്ല. നെഗറ്റീവ് വാല്യൂവിലേക്ക് എന്തായാലും ഇത് താഴില്ല. 0 എന്നുള്ള വാല്യൂ വിട്ട് അത് താഴില്ല. അപ്പോൾ 0 അതിൻ്റെ ഒരു ലോവർ ബൗണ്ടാണെന്ന് പറയാം. 0നെ വിട്ടിട്ട് അത് താഴില്ല. അപ്പോൾ അതുകൊണ്ട് അത് 0 അതിൻ്റെ ഒരു ലോവർ ബൗണ്ടാണെന്ന് പറയാം. ഇതൊക്കെ നമ്മൾ നമ്മുടെ ബൈ ഒബ്സർവേഷൻ എഴുതുന്നതാണ് കേട്ടോ. ഇതിന് വേറെ അങ്ങനെ ഒരു ഫോർമുല കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എഴുതുന്ന കാര്യങ്ങളാണ്. ഇതിങ്ങനെ തന്നെ പഠിക്കാനേ പറ്റുള്ളൂ, നമുക്ക് പഠിച്ചു വെക്കാൻ തന്നെ പറ്റുള്ളൂ. ഈ പ്രോബ്ലം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാനേ പറ്റുള്ളൂ. ഓരോ പ്രോബ്ലം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക. ഇപ്പം തന്നെ ഈ ചാപ്റ്ററിൽ തന്നെ ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പല പ്രോബ്ലംസിന് പല തിയറംസും പല മെത്തേഡുകളാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗം. പക്ഷേ ഈ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇത് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ്, അതുപോലെ തന്നെ ബൗണ്ടഡ് ബിലോ ആണെന്നും കിട്ടി. പല കാര്യങ്ങളും നമ്മളിങ്ങനെ അത് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ഈ രണ്ടും കിട്ടിയതുകൊണ്ട് നമുക്ക് നമ്മുടെ മൊണോട്ടോൺ കൺവേർജൻസ് തിയറം യൂസ് ചെയ്യാം അല്ലേ. മൊണോട്ടോൺ കൺവേർജൻസ് തിയറം ഇപ്പോൾ ബൗണ്ടഡ് ബിലോ എന്ന് മാത്രം കിട്ടിയാലും മതി കേട്ടോ. ബൗണ്ടഡ് എബവ് തന്നെ വേണമെന്ന്, രണ്ടും കൂടെ വേണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒന്ന് കിട്ടിയാലും നമുക്ക് മൊണോട്ടോൺ കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാം. മൊണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം ഈ സീക്വൻസിന് എന്തായാലും ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സപ്പോസ് എല്ലാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് an+1 is equal to an+1/an is equal to 2/n+1 ആണ് അല്ലേ. അതിൽ നിന്ന് an+1 is equal to 2/n+1 into an എഴുതാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. an+1 is equal to 2/n+1 into an. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ലിമിറ്റ് n tends to infinity an+1 is equal to limit n tends to infinity 2/n+1 into an എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട്, അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ലിമിറ്റ് n tends to infinity a എന്ന് പറഞ്ഞാൽ a എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് അത് ആണ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. സെയിം തന്നെയായിരിക്കും ലിമിറ്റ് n tends to infinity an+1 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ്. കാരണം a എന്ന് പറഞ്ഞാൽ അതിലെ nth ടേം, an+1 എന്ന് പറഞ്ഞാൽ അതിലെ n+1th ടേം. എങ്ങനെയായാലും അത് സെയിം സീക്വൻസിലെ ടേംസ് ആണ്. ഒരു സീക്വൻസിന് ഒരു ലിമിറ്റേ ഉണ്ടാവുള്ളൂ, പല ലിമിറ്റുകൾ അതിന് എക്സിസ്റ്റ് ചെയ്യില്ല ഒരിക്കലും. ഒരേ ഒരു ലിമിറ്റ് അതിനുണ്ടാവുള്ളൂ. അപ്പോൾ അതിലെ nth ടേം എടുത്ത് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാലും n+1th ടേം എടുത്ത് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാലും രണ്ടും സെയിം ആയിരിക്കും. അതപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമാണ്, ഒരു സീക്വൻസിന് യുണീക്ക് ലിമിറ്റ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരേ ഒരു ലിമിറ്റ് അതിനുണ്ടാവുള്ളൂ കൺവേർജൻ്റ് ആണെങ്കിൽ. എല്ലാം കൺവേർജൻ്റ് ആവണമെന്നില്ല, കൺവേർജൻ്റ് ആണെങ്കിൽ അതിന് ഒരേ ഒരു ലിമിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ലിമിറ്റ് nth ടേം എടുത്ത് ചെയ്ത് നോക്കിയാലും n+1th ടേം എടുത്ത് ചെയ്ത് നോക്കിയാലും രണ്ടും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലിമിറ്റ് n tends to infinity an+1 എല്ലായിരിക്കും, ലിമിറ്റ് n tends to infinity an ഉം എല്ലായിരിക്കും.
എന്നാലും നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ L ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1 ഈക്വൽ ടു ഇതിന് രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/n+1 ഇൻറ്റു an. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/n+1 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an. അപ്പോൾ ഇത് നമ്മൾ L എന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് അറിയാം. n-ന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 2/∞ വരും, അത് 0 വരും. 0 ഇൻറ്റു L ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ an+1ൻ്റെ ലിമിറ്റ് അതും L തന്നെയാണ്. അപ്പോൾ L ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് ഈക്വൽ ടു 0 എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് മെത്തേഡുകളും തിയറംസും ഈ ചാപ്റ്ററിൽ പറഞ്ഞു. ഇതാണ് ഇപ്പോൾ ചാപ്റ്റർ വരുന്നത്. ഇനി നമുക്ക് എക്സസൈസിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് വിത്ത് അവിടെ താഴെയുണ്ട് കേട്ടോ, അത് ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. എക്സസൈസിൽ ഇതാ കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ കുറച്ച് പ്രോബ്ലംസും ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതും ടേംസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് പറയുകയാണ് എങ്കിൽ ചാപ്റ്ററിൽ ഒരുപാട് തിയറംസ് വരുന്നുണ്ട്. ആ തിയറംസ് എല്ലാം നമുക്ക് ഈ സീക്വൻസിൻ്റെ കൺവേർജൻസ് അല്ലെങ്കിൽ ലിമിറ്റ് ചെക്ക് ചെയ്യാനുള്ള തിയറംസ് ആണ്. ഈ ലിമിറ്റ് ചെക്ക് ചെയ്യാൻ ഒരു ഒറ്റ ഫോർമുലയോ ഒറ്റ ഡെഫിനേഷനോ ഒന്നുമല്ല, പല സീക്വൻസുകളുടെ പല രീതിയിൽ പല തിയറംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും ആപ്റ്റായിട്ടുള്ള തിയറം ഏതാണ്, ആപ്റ്റായിട്ടുള്ള മെത്തേഡ് ഏതാണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക തന്നെ വേണം. ഇന്നതിന് ഇന്ന മെത്തേഡ് എന്ന് ഓർത്ത് വെക്കാനായിട്ട് പറ്റണം. പ്രോബ്ലം കാണുമ്പോൾ മനസ്സിലാവണം ഇത് ഇന്ന മെത്തേഡിൽ കൂടെ ചെയ്താലാണ് കിട്ടുക എന്നുള്ളത്. ചിലപ്പോൾ വേറെ തിയറം ഉപയോഗിച്ചാൽ അത് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഓരോ പ്രോബ്ലം യുണീക്കായിട്ട് പഠിച്ചു വെക്കുക തന്നെ വേണം കേട്ടോ. കുറച്ച് തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോർഷനാണ്, അതിങ്ങനെ പഠിക്കാൻ തന്നെ പറ്റുള്ളൂ. നമുക്ക് ഫോർമുല ബൈ ഹാർട്ട് ചെയ്തോ കാര്യങ്ങൾ ചെയ്തോ ഒന്നും പഠിക്കാൻ പറ്റില്ല, തിയറിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് ഇപ്പോൾ ഈ സീക്വൻസ് ആൻഡ് സീരീസ് എടുക്കണതെല്ലാം.